പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ പുതിയ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. മാത്രമല്ല, ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുന്നൊരു കാര്യമുണ്ട്. ഓരോ ദിവസവും നാം ദൈവികമായിട്ടുള്ള സന്തോഷത്തിൽ ജീവിക്കണം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്വസ്ഥതയിലും സമാധാനത്തിലും സന്തോഷത്തിലും ദൈവമക്കൾ ജീവിക്കണം എന്നുള്ളതാണ് ദൈവഹൃദയത്തിലെ ആഗ്രഹം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ, പ്രത്യാശയുടെ സമൃദ്ധിയുള്ള വ്യക്തിത്വങ്ങളായി ജീവിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളും നമുക്ക് ദൈവവരങ്ങളിലേക്ക് കൊടുക്കാം. പലർക്കും സ്വസ്ഥതയില്ല, സമാധാനവുമില്ല, സന്തോഷവുമില്ല. അതിൻ്റെ കാരണം പലതിനെ ചൊല്ലി ചിന്തിച്ചും ഭാരപ്പെട്ടും ആകുലപ്പെട്ടും ഭയം ഗ്രസിച്ചിരിക്കാനാണ്. എന്നാൽ ദൈവവചനം പറയുന്നത്, നിൻ്റെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളെയും നമുക്ക് കൊടുക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നു: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ഇതേ പുസ്തകത്തിൽ തന്നെ ദൈവവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ്സില്ലാത്തവരായി. അത് മനുഷ്യൻ്റെ അവസ്ഥയാണ്, അഥവാ മനുഷ്യകുലത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഏകൻ്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി. ആദ്യ മനുഷ്യനായ ആദവും ഹവ്വയും പാപം ചെയ്തതുമൂലം ആദത്തിൻ്റെ സന്തതി പരമ്പരകളായ മനുഷ്യകുലം മുഴുവൻ പാപത്തിലായി. ആ ഒരു അവസ്ഥയാണ് ദൈവം വചനത്തിൽ രേഖപ്പെടുത്തുന്നത്. നീതിമാൻ ആരുമില്ല. സ്വർഗത്തിൽ നിന്നും ദൈവം നോക്കുമ്പോഴുള്ള മനുഷ്യൻ്റെ അവസ്ഥയാണ് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. തുറന്നു പറയാൻ, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ്സില്ലാത്തവരായി. അപ്പോൾ പാപം ചെയ്തപ്പോൾ പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും തോന്നിയില്ല എങ്കിലും ഉണ്ടായ നഷ്ടമെന്ന് പറയുന്നത് തേജസ് നഷ്ടപ്പെട്ടു പോയി, ദൈവിക സ്വഭാവം നഷ്ടപ്പെട്ടു പോയി, ദൈവം പകർന്നിരുന്ന നിത്യത നഷ്ടപ്പെട്ടു. ജഡനരകൾ കടന്നു വന്നു, മരണം കടന്നു വന്നു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ നിരവധി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള കുഴപ്പങ്ങളാണ് പാപത്താൽ മനുഷ്യൻ സംഭവിച്ചത്. എന്നാൽ ദൈവഹൃദയത്തിലെ ആഗ്രഹം ദൈവത്തോടു കൂടെ ദൈവത്തിൻ്റെ പുത്രപുത്രന്മാരായി, ദൈവ തേജസ്സുള്ള മക്കളായി നാം നിത്യത മുഴുവൻ ദൈവത്തോടു കൂടെ വസിക്കണം എന്നുള്ള ദൈവഹൃദയത്തിലെ ആഗ്രഹമാണ്. ദൈവവചനത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പാപമാണ് ദൈവത്തെ മനുഷ്യൻ തമ്മിൽ അകറ്റിയത്. എന്നാൽ ആ പാപത്തെ നീക്കിക്കളയുവാനായിട്ട് ദൈവം സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും, എങ്ങനെയാണ് ദൈവഹിതത്തിനൊത്തവണ്ണം മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് സകലത്തിലും പുത്രനായ യേശുക്രിസ്തു പാപജാടത്തിൻ്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിൽ ജനിച്ച് നമുക്ക് മാതൃക കാണിച്ചു. മാത്രമല്ല, പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തെ താൻ ഏറ്റെടുത്ത് നമുക്ക് പകരം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. ഈ സത്യം ഒരു വ്യക്തി തിരിച്ചറിയുന്നത് ഈ ജീവിതയാത്രയിലാണ്, അഥവാ ദൈവവചനത്തിൻ്റെ കേൾവിയിലാണ്. ആ കേൾവി ഒരു വ്യക്തിയെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലായി, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാനും തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി യേശുവിനായി, ദൈവത്തിനായി സമർപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ആ വ്യക്തി ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാണ്, അവനെ ദൈവം നീതീകരിക്കുന്നു. അതാണ് ദൈവവചനം പറയുന്നത്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ഒരു വ്യക്തി യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയെ ദൈവം നീതീകരിക്കുന്നു. ഒരു പാപമില്ലാത്തവനെ പോലെ ദൈവം അവനെ കാണുന്നു. മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു പ്രവേശനം ദൈവം മനുഷ്യർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം പകരുന്നു. അപ്പോൾ ഇവിടെ പറയാം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. മാത്രമല്ല, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കാതിരുന്ന ഒരു വ്യക്തിയെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ പ്രവേശനം നൽകുന്നു. മാത്രമല്ല, ദൈവത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ദൈവം തൻ്റെ മക്കളിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ എല്ലാം ദൈവം യേശുക്രിസ്തു മുഖേന തൻ്റെ മക്കളിലേക്ക് പകരുന്നു. ആ
അതിനെ ഓരോ ദിവസവും ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടിയാണ് ഒരു വ്യക്തി അത് പ്രാപിച്ചെടുക്കുന്നത്. ഇവിടെ പറയാം, വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു, മാത്രമല്ല നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. നാം ദൈവ തേജസ്സിൻ്റെ, നഷ്ടപ്പെട്ടു പോയത് ദൈവ തേജസ്സാണ്. ആ ദൈവ തേജസ്സിൻ്റെ ദൈവം തിരികെ നൽകി ആ ദൈവ തേജസ്സിൽ പ്രശംസിക്കുന്നു. മാത്രമല്ല അതിനൊത്തവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ തിരികെ ദൈവം നമുക്ക് നൽകി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വീണ്ടും ജനനത്തിൽ കൂടി. ഇനി നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം, അഥവാ പുത്രനായ യേശുവിനെ പോലെ നാം ആയിത്തീരണം. പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, വിശ്വാസത്താൽ ഞങ്ങളെ നീതീകരിക്കുകയും അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്തിൻ്റെ ആത്മാവിനെ നൽകുകയും പാപക്കറകളെ കഴുകിക്കളഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ്സിനെ തിരികെ നൽകി അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഓരോ ദിവസവും നയിക്കുന്നതിനും കർത്താവെ, അതിനായി ഞങ്ങൾക്ക് ആവശ്യമായ കൃപ പകരുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നഷ്ടപ്പെട്ടു പോയ തേജസ്സിൻ്റെ പൂർണ്ണതയിലേക്ക് കർത്താവെ ഓരോ ദിവസവും ഞങ്ങൾ നയിക്കുകയും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ആ പുത്രനായ യേശുവിനെ പോലെ പണിതെടുക്കുന്ന ദൈവപ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. ഓരോ ഭവനങ്ങളും ഈ വെളിപ്പാടിൽ ജീവിപ്പാനായിട്ട്, ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരുവാനായിട്ട്, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.